ഉണ്ടാക്കാൻ പോകുന്നത് ലേഡി ബഗ് ട്രിങ്കറ്റ് ഡിഷാണേ. പിന്നെ ഉണ്ടല്ലോ, ഇത് നമ്മൾ ചാനലിൽ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ നന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലയൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഒരേ കട്ടിയുള്ള ബുക്ക് വെച്ചെടുത്ത് പരത്തിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഈ ലേഡി ബഗിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ പേപ്പറിൽ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുത്താൽ കേട്ടോ. അത് എന്നിട്ട് ഈ പേപ്പർ ഈ ക്ലയൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി. ഇന്ന് അതേ ഷേപ്പിൽ നമുക്ക് കത്തി വെച്ചിട്ടോ ടൂൾസ് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഷേപ്പ് അതേപോലെ തന്നെ കിട്ടും. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയ പോർഷൻസ് ഒക്കെ ഇതുപോലെ എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റിയത്. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ക്ലേ നമ്മൾ തന്നെ വീട്ടിൽ ചെയ്തെടുത്താ കേട്ടോ, മണ്ണ് ഉപയോഗിച്ച്. എനിക്ക് ഈ സോയിൽ ക്ലേ വെച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇത് ഭയങ്കര സ്മൂത്താണ് ഗൈസ്. ഇതിലിങ്ങനെ തരി പോലെ നിൽക്കുക അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഭയങ്കര സ്മൂത്താണ് ഇത്. മണ്ണുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ടൈമും നമുക്ക് കുറച്ച് ക്ഷമയും കൂടി വേണം ഇതിന്. കുറച്ച് മെനക്കേട്ടുള്ള പണിയാണ് ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ നന്നായിട്ട് വെള്ളം തൊട്ട് സ്മൂത്താക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ എഡ്ജസ് എല്ലാം എത്ര സ്മൂത്താക്കാൻ പറ്റുന്നോ അത്രയും നല്ലത്, അത്രയും ഫിനിഷിങ് കിട്ടും നമുക്കിതിന്. ഈ പിൻട്രസ്റ്റ് ഒക്കെ തുറന്നായില്ലേ, എന്തോ ഒരു വെറൈറ്റി ട്രിങ്കറ്റ് ഡിഷുകളാണോ അറിയോ കാണുന്നത്. ചെയ്യണം എന്ന് വിചാരിച്ച് ഇതെല്ലാം സേവ് ചെയ്തിട്ടൊന്നല്ലാതെ ഒന്നും ഇതുവരെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഫൈനലി നമ്മളും ചെയ്തെടുത്തു. ചെയ്യുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അധികം ആരും ചെയ്ത് കാണാത്ത ഈ ലേഡി ബഗ് ചൂസ് ചെയ്തത്. ലേഡി ബഗിൻ്റെ വീഡിയോ കൂടുതലൊന്നുമായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോയെന്ന് അറിയില്ല. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വൃത്തിക്ക് തന്നെ ചെയ്ത് നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ഈ മണ്ണ് കൊണ്ടുള്ള പരിപാടി ആയതുകൊണ്ടേ നമ്മൾ ചെയ്യുന്ന ഈ ഏരിയ പെട്ടെന്ന് മെസ്സാവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. വീണ്ടും മണ്ണാവും, വീണ്ടും ക്ലീൻ ചെയ്യും, വീണ്ടും മണ്ണാവും, വീണ്ടും ക്ലീൻ ചെയ്യും. ഇതായിരുന്നു കേട്ടോ അവസ്ഥ. കുറച്ച് മെസ്സാവുന്ന പരിപാടി ആയതുകൊണ്ട് നമ്മുടെ ക്രാഫ്റ്റ് ചെയ്ത് നോക്കുന്നവരുണ്ടല്ലോ, ഈ മണ്ണൊക്കെ ക്ലീൻ ചെയ്ത് പോകുന്ന സ്ഥലത്ത് മാത്രം ഇരുന്നിട്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പോരാളിയുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടും. അനുഭവം ഉണ്ടടാ, അതുകൊണ്ട് ശ്രദ്ധിച്ചും കണ്ടെല്ലാം ചെയ്യാം. നമ്മുടെ ഈ സോയിൽ ക്ലേ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് കുറച്ചധികം ഐറ്റംസ് എല്ലാം ചെയ്തെടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലല്ലേ നമുക്ക് വെറൈറ്റി ഒക്കെ ചെയ്ത് നോക്കാൻ ഒരു ഇൻട്രസ്റ്റ് എല്ലാം വരുള്ളൂ. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഈ സോയിൽ ക്ലേ വെച്ച് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. ഇത് കറക്റ്റായിട്ട് നേരെ ഒന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ 2-3 ദിവസം എടുക്കും. 3 ഒരു 4 ദിവസം വരെ പോകുന്നുണ്ട് ഗൈസ്. ഇച്ചിരി കട്ടിയിൽ ക്ലേ വെച്ച് ചെയ്യുമ്പോഴാട്ടോ 4 ദിവസം വരെയൊക്കെ പിടിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ എന്തായാലും ഉണങ്ങി കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ല വെയിലുണ്ടായിട്ടും തന്നെ കാര്യമില്ല. നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ ആയതുകൊണ്ടേ പെട്ടെന്ന് ഡയറക്റ്റായിട്ട് ഈ സൂര്യൻ്റെ താഴെ വെച്ചെടുത്ത് ഉണക്കിയാൽ തന്നെ ഇത് വിണ്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നല്ലോണം ക്രാക്കൊക്കെ വീഴുന്നല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫാനിൻ്റെ താഴെയോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ ഒക്കെ ഏരിയയിലൊക്കെ ചൂടുള്ള ഭാഗത്തൊക്കെ വെച്ച് ഉണക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഈ ഉണങ്ങി കിട്ടുന്ന കാര്യം വെച്ച് ബാക്കിയെല്ലാം അടിപൊളിയാണ് കേട്ടോ ഈ ക്ലേ കൊണ്ട് ചെയ്യാൻ. ഫൈനലി നമ്മുടെ ലേഡി ബഗിന് കൊമ്പ് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. അതിനുവേണ്ടി കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ ചെറിയ 2 ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒരു കമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കമ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ കൊത്തി കൊടുത്തിട്ട് ഇതിനെ കൊമ്പാക്കിയിട്ട് സെറ്റാക്കി കൊടുക്കാം. നമുക്ക് ഉണ്ടാക്കി വെച്ച 2 ബോൾസിലും ഇതുപോലെ കുത്തി കൊടുക്കാം കേട്ടോ. നമുക്ക് കമ്പി എടുക്കുമ്പോൾ കുറച്ച് നല്ല കമ്പി എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. നമ്മൾ ഈ മണ്ണിൽ കുത്തി കൊടുക്കുന്നതായതുകൊണ്ട് പെട്ടെന്നുണ്ടല്ലോ തുരുമ്പ് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഫൈനലി ഈ 2 കൊമ്പും കൂടി നമുക്ക് ഇതിന് കുത്തി കൊടുക്കാം. നന്നായിട്ട് സെറ്റാക്കി വെക്കാം കേട്ടോ. ഇത് ഇളക്കി പോരാത്ത രീതിയിൽ സെറ്റാക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് നന്നായിട്ട് അമർത്തി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഇതൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ അതന്നെ കളറിങ്. നമ്മൾ റെഡ് ഫാബ്രിക് പെയിൻ്റ് ആട്ടോ എടുത്തിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ അടിച്ചെടുക്കാം. പിന്നെ ഈ ചെറിയ ബ്രഷ് കൊണ്ട് അടിച്ചെടുക്കുന്നത് അവിടെ ഈ പോയിന്റ് ബ്രഷ് വെച്ച് മറ്റേത് ബ്രഷും കാണാനില്ല ഗൈസ്. 2 ദിവസം മുന്നേ ഞാൻ ഒരു പെയിന്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ബ്രഷുകളൊന്നും പിന്നെ കണ്ടിട്ടില്ല, എവിടെയാണോ എന്തോ. അപ്പം നമ്മൾ ലേഡി ബഗിൻ്റെ തലഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ പോർഷനും നമ്മൾ റെഡ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ. പിന്നെ ബാക്കിയുള്ള അതിൻ്റെ തലഭാഗത്ത് ബ്ലാക്കും കൂടി അടിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് മൊത്തത്തിൽ അടിച്ചു കൊടുത്തതിന് ശേഷം നടുവിലൂടെ ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കണം കേട്ടോ നമുക്ക്. എന്നിട്ട് അപ്പുറം ഇപ്പുറമായിട്ട് കുറേ ഡോട്ട്സും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഈ വീഡിയോ ഒത്തിരി പേര് കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെയധികം കുറവാണ് നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഇനി എന്തായാലും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ആൻഡ് ഷെയറും കൂടി ചെയ്യണേ. അപ്പോൾ ഈ പെയിൻ്റെല്ലാം ചെയ്ത് തന്നപ്പോൾ നമ്മുടെ ലേഡി ബഗിനെ കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ?
ഇനി ഇതാ നമ്മൾക്ക് ഇതിന് ഗ്ലേസിങ്ങിന് വേണ്ടി വാർണിഷ് എടുക്കണം. വാർണിഷ് നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് ഫെവിഗോളാണ് കേട്ടോ ഗ്ലേസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഫെവിഗോൾ കൊള്ളാം കേട്ടോ. ഫെവിഗോൾ കൊണ്ട് അടിച്ചു കൊടുത്തിട്ട് അത്യാവശ്യം നല്ലോണം ഗ്ലേസിംഗ് എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലേഡി ബഗ് ട്രിങ്ക് ടിഷറിന്റെ ഫൈനലൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സ് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.